ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കപടമില്ലാത്ത സാക്ഷാൽ ഇസ്രായേല്യൻ എന്ന അത്യുത്കൃഷ്ട ടൈറ്റിൽ ക്രിസ്തുവിൽ നിന്ന് ലഭിച്ച നഥാനിയേലിനെ യോഹന്നാൻ 1-ാം അധ്യായത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. മനോഭാവത്തിൽ മുൻവിധിയുടെ പ്രതിസന്ധിയുള്ള ഒരാളായിരുന്നു നഥാനിയേൽ. റോമൻ ആർമിയുടെ താവളമായിരുന്ന നസ്രേത്തിനെ യഹൂദന്മാർ വളരെ കഠിനമായി വെറുത്തിരുന്നു. അവിടെ നിന്നൊരിക്കലും നന്മയുണ്ടാവില്ലെന്ന മുൻവിധിയായിരുന്നു നഥാനിയേലിനുണ്ടായിരുന്നത്. ജീവിത പങ്കാളിയോടും ചില വ്യക്തികളോടും മതരാഷ്ട്രീയ സംഘടനകളോടും ചില ദേശക്കാരോടുമൊക്കെ മുൻവിധിയും എതിരഭിപ്രായവും പലർക്കും പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ചിലതൊക്കെ നേരിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നായിരിക്കാം, ദുരനുഭവങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടതോ മീഡിയ തെറ്റിദ്ധരിപ്പിച്ചതോ ഒക്കെ ആകാം അത്തരം മുൻവിധിക്കുള്ള കാരണം. എപ്പോഴും നമ്മുടെ നിഗമനങ്ങളെയും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും ഒക്കെ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുന്നതാണ് നല്ലത്. ചിലർക്ക് ചില വീഴ്ചകൾ വന്നു പോയതുകൊണ്ട് അവരെന്നും അധമരാണെന്നും അവരുടെ മക്കളും തലമുറകളും ശപിക്കപ്പെട്ടവരും വിശ്വസിക്കാൻ കൊള്ളാത്തവരുമാണെന്ന മുൻവിധി നല്ലതല്ല, ശരിയുമല്ല. തെറ്റുകളും വീഴ്ചകളുമൊക്കെ മനുഷ്യ സഹജമാണ്. അബദ്ധങ്ങളിൽ നിന്ന് വലിയ പാഠങ്ങൾ പഠിച്ച് ജീവിതത്തിൽ വിജയം നേടിയവർ അനവധിയാണ്. മക്കൾക്കും ജീവിത പങ്കാളികൾക്കും പല വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് അവർ ഇനി ഒരിക്കലും ശരിയാവില്ല, വിശ്വസ്തരല്ല എന്ന മുൻവിധി ഒരിക്കലും നല്ലതല്ല. എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ എത്രയോ പതനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോഴും മുൻവിധികളില്ലാതെ ദൈവം നമ്മെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മുൻവിധികളുടെ തടവിൽ നിന്നും സ്വതന്ത്രരാകുന്നില്ലെങ്കിൽ ബന്ധങ്ങൾ സൗഹൃദപൂർണമായി നിലനിർത്താൻ നമുക്ക് കഴിയില്ല. മാത്രവുമല്ല, ജീവിതത്തിൽ ഒരിക്കലും സമാധാനം കിട്ടുകയുമില്ല. മോശയും പ്രവാചകന്മാരും സൂചിപ്പിച്ച നസ്രേത്തിലെ യേശുവിനെ കണ്ടെത്തിയെന്ന് ഫിലിപ്പ് പറഞ്ഞപ്പോൾ അത് സാധ്യമാണോ എന്ന് നഥാനിയേൽ ആദ്യം സംശയിച്ചു. ഫിലിപ്പോസ് പറഞ്ഞു, വന്നു കാണുക, സത്യം മനസ്സിലാക്കുക, മുൻവിധി ഒഴിവാക്കുക. നഥാനിയേൽ തൻ്റെ മുൻവിധികളെ അതിജീവിച്ച് ക്രിസ്തുവിനെ നേരിട്ട് കാണുവാൻ തന്നെ തീരുമാനിച്ചു. അത് നന്നായി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായി. ക്രിസ്തുവിൻ്റെ ശിഷ്യനാകുവാനുള്ള മഹാഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചു. നേരിട്ട് കണ്ട് ബോധ്യപ്പെടാതെ ആളുകൾ പറയുന്നത് കേട്ട് നമ്മൾ ആരെയും വിധിക്കരുത്. നീതിമാന്റെയും നിരപരാധികളുടെയും രക്തം നമ്മുടെ തലയിൽ വീഴാൻ കാരണമാകും. ദൈവം അനുഗ്രഹിച്ചു തരുന്ന നന്മകളും അനുഗ്രഹങ്ങളുമൊക്കെ നഷ്ടമാകാൻ നമ്മുടെ നിഷേധ മനോഭാവവും മുൻവിധിയും കടുംപിടുത്തവുമൊക്കെ പലപ്പോഴും കാരണമാകാം. സൂക്ഷിക്കണം. നിയോഗങ്ങൾ നിറവേറ്റുന്നതിനും ആത്മാക്കളെ നേടുന്നതിനുമൊക്കെ മുൻവിധി
തടസ്സമാണെന്ന സത്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് പറഞ്ഞുവിട്ടവരെയും ദൈവവേലയ്ക്കായി ഭരമേൽപ്പിച്ച ജനങ്ങളെയും മുൻവിധി കൂടാതെ നമ്മൾ സ്വീകരിക്കണം. ഏൽപ്പിച്ച അല്പത്തിൽ മുൻവിധി കൂടാതെ വിശ്വസ്തരായി പ്രവർത്തിക്കുന്നവർക്ക് അധികത്വത്തിൻ്റെ കാര്യവിചാരകത്വം ദൈവം നൽകും. മുൻവിധിയോടെ ഏൽപ്പിച്ച നിയോഗങ്ങളിൽ നിന്ന് പിന്മാറിയാലോ എല്ലാം നഷ്ടമാകും. നഥാനിയേലിൻ്റെ മുൻവിധിയും വിമുഖതയും കണ്ടിട്ടും ഫിലിപ്പോസ് പിന്മാറിയില്ല. വന്ന് കാണുക എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് യേശുവിൻ്റെ അടുക്കൽ നഥാനിയേലിനെ എത്തിച്ചു. അതൊരു വലിയ കാര്യമാണ്. ഫിലിപ്പോസിൻ്റെ ഈ മനോഭാവം എല്ലാ ദൈവമക്കൾക്കും ഉണ്ടാകണം. കേൾക്കാൻ ചെവിയില്ലാത്ത ലോകത്തോട് ക്രിസ്തുവിനെ പറ്റി നമ്മൾ പറയണം. പ്രതികരണം ഒരുപക്ഷെ പരിഹാസമായിരിക്കാം, വിമർശനമാകാം, എതിർപ്പും ബന്ധങ്ങളുടെ നഷ്ടവുമൊക്കെ സംഭവിച്ചേക്കാം. പക്ഷേ നമ്മൾ പറയണം, പറഞ്ഞുകൊണ്ടേയിരിക്കണം. മോശയും പ്രവാചകന്മാരും പ്രവചിച്ച ക്രിസ്തുവിനെ പറ്റി, ലോകത്തിൻ്റെ പാപം ചുമന്ന് കാൽവറിയിൽ പാപപരിഹാര ബലിയായി തീർന്ന രക്ഷകനെ പറ്റി, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ നമ്മുടെ വീണ്ടെടുപ്പുകാരനെ പറ്റി, സ്വർഗത്തിൽ മധ്യസ്ഥനായി തേജസ്സോടെ വാഴുന്നവനും വീണ്ടും വരുവാനിരിക്കുന്നവനും നിത്യകൂടാരത്തിൽ നമ്മെ കൂട്ടിച്ചേർക്കുന്നവനുമായ ക്രിസ്തുവിനെ പറ്റി ലോകത്തോട് ഉറക്കെ പറയണം. യോനയുടെ മുൻവിധിയില്ലാതെ നിർഭയരായി ക്രിസ്തുവിൻ്റെ സാക്ഷികളാകണം. പൗലോസ് നട്ടതും അപ്പല്ലോസ് നനച്ചതും വളരുമാറാക്കിയ ദൈവത്തിൽ പ്രത്യാശ വെച്ച് വിതയും നനയും നമ്മൾ തുടരണം. ജീവിത പങ്കാളിയോടും മക്കളോടും ക്രിസ്തുവിനെ പറ്റി പറയണം. സഹപ്രവർത്തകരോടും പരീശ ക്രിസ്ത്യാനികളോടും ക്രിസ്തുവിനെയും അവൻ്റെ സ്നേഹ നിയമങ്ങളെയും പറ്റി പറയണം. ഇഷ്ടമുള്ളയിടത്ത് വീശുന്ന പരിശുദ്ധാത്മാവായ കാറ്റ് ആരിലാണ് എപ്പോഴാണ് കടന്നു ചെല്ലുന്ന മാറ്റങ്ങളുണ്ടാക്കുന്നതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഫിലിപ്പോസിനെ പോലെ സത്യമറിയാനും സത്യത്തിൻ്റെ നാഥനായ ക്രിസ്തുവിനെ അറിയാനും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കണം. ഒരാളുടെയെങ്കിലും ജീവിതത്തിൽ ക്രിസ്തു കടന്നു ചെല്ലാനും പുതിയ സൃഷ്ടിയാകാനും ഒരാത്മാവിനെയെങ്കിലും നേടാനും നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സഫലമായി. ലോകം മുഴുവൻ നേടുന്നതിനേക്കാൾ വലിയ നേട്ടമാണ് ഒരാത്മാവിനെ നേടുന്നത്. കാരണം സർവ്വലോകത്തേക്കാൾ വലിയ വിലയാണ് ഒരാത്മാവിന് ദൈവം കൊടുത്തിരിക്കുന്നത്. നഥാനിയേലിൻ്റെ മുൻവിധിയുടെ മൂടുപടം വകഞ്ഞു മാറ്റി അവൻ്റെ ഉള്ളത്തിലെ നിഷ്കളങ്കതയും ആത്മാർത്ഥതയും ക്രിസ്തു ഉറക്കെ പറഞ്ഞപ്പോൾ അമ്പരന്ന് നഥാനിയേൽ ചോദിച്ചു, അങ്ങ് എങ്ങനെയാണ് എന്നെ അറിയുന്നത്? എവിടെ വെച്ചാണ് എന്നെ കണ്ടിട്ടുള്ളത്?
അതിന് മറുപടിയായി ക്രിസ്തു പറഞ്ഞു, ആൾക്കൂട്ടത്തെ ശ്രദ്ധിക്കാതെ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഇസ്രായേലിൻ്റെ രക്ഷകനെ വിശുദ്ധ ലിഖിതങ്ങളിൽ ശ്രദ്ധയോടെ തിരയുന്ന നിന്നെ ഞാൻ കണ്ടു നഥാനിയേലേ. നീ എന്നെ കണ്ടില്ലെങ്കിലും ഞാൻ നിന്നെ കണ്ടു. എന്നെയും നിങ്ങളെയുമൊക്കെ എവിടെ വെച്ച് ഏതവസ്ഥയിൽ ദൈവം കാണുന്നു എന്നതിലാണ് നമ്മുടെ ഭാഗ്യം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണങ്ങളിൽ രാപ്പകൽ ധ്യാനിക്കുന്ന ജീവിതശൈലിയിൽ ദൈവമുമ്പാകെ കാണപ്പെടുന്നവർ അനുഗ്രഹീതരാണ്. ദൈവത്തെ മാനിക്കുന്നവരെ ദൈവവും മാനിക്കും. അവരുടെ പേരും പ്രതിഫലവും ഓഹരിയുമൊക്കെ സ്മരണയുടെ പുസ്തകത്തിൽ ദൈവം എഴുതി ചേർക്കും. ജീവിത സംഘർഷം, പീഡനം, അപമാനം, മരണഭീഷണി, മഹാരോഗം, തീവ്രവേദന തുടങ്ങിയ സഹനങ്ങളിലായിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരാലും വെറുക്കപ്പെട്ടവരും ഒറ്റപ്പെടുത്തപ്പെട്ടവരുമൊക്കെ ആയിരിക്കാം. ആരും നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. പക്ഷേ ദൈവം നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയം അതിലെ നൊമ്പരങ്ങൾ വായിക്കുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് മറുപടി കിട്ടാത്തതുകൊണ്ട് ഒരിക്കലും പ്രത്യാശ കൈവിടരുത്. അരുതാത്ത വഴികളിലേക്ക് ഒരിക്കലും തിരിയരുത്. ക്ഷമ കൈവിടരുത്. നീതി നടത്താനും വിമോചിപ്പിക്കാനും നിന്റെ വീണ്ടെടുപ്പുകാരൻ തീർച്ചയായും കടന്നു വരും. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. ഈ കറുത്ത രാത്രി മാഞ്ഞു പോകും. പ്രഭാത സൂര്യനായി ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ ഉദിക്കും. എളിയവനും ദരിദ്രനുമായി ജീവിച്ച ക്രിസ്തു, മുറിവും അപമാനവുമേറ്റ ക്രിസ്തു, കരയുന്നവരോടൊപ്പം കരഞ്ഞ ക്രിസ്തു നിങ്ങളെ മനസ്സിലാക്കാതിരിക്കില്ല. നിങ്ങളുടെ ഹൃദയ നൊമ്പരങ്ങൾ വായിച്ചറിയാതിരിക്കില്ല. നിങ്ങളെ ഒരിക്കലും കൈവിടില്ല. നീതിമാന്മാർ വിളിച്ചു, യഹോവ കേട്ടു. സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. 34-ാം സങ്കീർത്തനം. നീതിമാൻ നിലവിളിച്ചു, യഹോവ കേട്ടു. സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്.
മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.